ഇപ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് വൈ എ റഹീം ചേരുകയാണ്. അദ്ദേഹം മുൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റാണ്, മുൻ ഇൻകാസ് പ്രസിഡന്റാണ്. ശ്രീ വൈ എ റഹീം, കോൺഗ്രസ് തരംഗം തന്നെയാണ് കേരളത്തിൽ ഇത്തവണ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുമോ? നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ബി ജെ പി. ഏറ്റവും കഴിഞ്ഞ രണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പേക്കാൾ കോൺഗ്രസും വലിയ രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചയിട്ടുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ പ്രാഥമികമായി വിലയിരുത്തുന്നത്? ആദ്യമായിട്ട് ഞാൻ കേരള ജനതയെയും UDF നേതൃത്വത്തെയും പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ ഈ കാലം അത്രയും ഇത്രയും വലിയൊരു വ്യത്യാസം 356 LDF ആയപ്പോൾ 487 ഗ്രാമപഞ്ചായത്തുകളില് UDFന്റേത്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികള്, കോർപ്പറേഷന്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ ഇടങ്ങളിലും മേധാവിത്വമുണ്ടായി. ഇതിലൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സഹോദര. ഇപ്പോ പെൻഷൻ വിതരണം കിറ്റ് കൊടുത്ത് അധികാരം പിടിച്ച മാതിരി കോവിഡ് കാലത്ത് ഇപ്പോ കുടിശ്ശിക പെൻഷനും അതുപോലെ സ്ത്രീകൾക്ക് ആയുധവും കൊടുത്തു, അക്കൗണ്ടിൽ ചെന്നു, അത് വെച്ച് വോട്ട് പിടിച്ചു. അതിനെല്ലാം ഉപരി ഡീലിമിറ്റേഷൻ, നമ്മുടെ വാർഡുകളുടെ വിഭജനം അശാസ്ത്രീയമായി അവർക്ക് ജയിക്കാൻ വേണ്ടി മാത്രം കേരളത്തിലെമ്പാടും നടത്തിയിട്ടും അതുപോലെ ഒരു ലോക്കൽ ബോഡിയിലും പ്രതിഫലിക്കാത്തതാണ് സർക്കാരിന്റെ ഈ പറഞ്ഞതുപോലെ ആന്റി ഇൻക്യൂബൻസി. ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാർ നിഷ്ക്രിയമായ ഒരു സർക്കാർ, അഴിമതി സർക്കാർ, അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ഒരു സർക്കാർ എന്ന നിലയിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലും അത് പ്രതിഫലിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു സവിശേഷത. ഇത് സൂചിപ്പിക്കുന്നത് അടുത്ത 100 സീറ്റ് നേടി UDF കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ളതാണ്. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ LDF സർക്കാർ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് പ്രവാസികളെയാണ്. കാരണം ആ പ്രവാസി വകുപ്പില് ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രി പ്രവാസികൾക്കായി ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നുപോലും നടപ്പാക്കിയില്ല. UDF സർക്കാർ കൊണ്ടുവന്ന എയർ കേരള അത് നശിപ്പിച്ചു എന്ന് പറയാം. കാരണം അത് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു സർക്കാർ ഇപ്പോഴത്തെ ഈ വില കൊടുത്ത് പ്രവാസികൾ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഒരു വികാരം കൂടി അവരിതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സർക്കാരിനെതിരെ സമഗ്ര മേഖലകളിൽ പരാജയപ്പെട്ട ഒരു സർക്കാരാണ്. പ്രത്യേകിച്ച് പ്രവാസികളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു സർക്കാരാണ് LDF സർക്കാർ. അതിന്റെ ഫലം അവർ അനുഭവിക്കുകയാണ്. ഇപ്പൊ നമ്മൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ എയർ കേരള അടുത്ത UDFന്റെ സർക്കാർ വന്നാൽ ഒന്നാമത്തെ പ്രകടന പത്രികയിൽ ഈ എയർ കേരള എന്ന പദ്ധതി വെക്കാൻ വേണ്ടി ഇൻകാസ് അടക്കം ഇവിടുത്തെ UDFന്റെ ഷാർജയിലെ ജനറൽ കൺവീനർ കൂടിയാണ്. അപ്പോ ആ അർത്ഥത്തിൽ നമ്മൾ ഒന്നാമതായി തന്നെ UDFന്റെ അസംബ്ലി ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ആ എയർ കേരള നടപ്പാക്കും എന്നത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തും. അതുകൊണ്ട് തന്നെ ഈ 100 സീറ്റ് നേടി നമ്മുടെ UDF കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ വൈ എ റഹീം, എന്തെല്ലാം ഘടകങ്ങളാണ് കോൺഗ്രസിന് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി കൊടുത്തത്? പ്രത്യേകിച്ച് ഒരുപാട് വിവാദങ്ങൾ കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ട് ഇത്തരത്തിലൊരു നേട്ടം, ഒരു വിജയം, ഐക്യമില്ലായ്മ എന്ന് തുടങ്ങിയുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങളെല്ലാം തന്നെ സംഘടനയ്ക്കകത്തുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് ഇത്തരത്തിലൊരു വിജയം നേടാൻ സഹായകമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും പ്രതികൂലമായ ഒരുപാട് ഘടകങ്ങൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം, കൊച്ചിൻ കോർപ്പറേഷൻ അടക്കം ഒരുപാട് വിമതര് മത്സരിച്ചു, കണ്ണൂരടക്കം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഘടനപരമായി സാമ്പത്തികമായി വളരെ വിഷമിച്ച ഒരു കാലഘട്ടമാണ്. BJP LDF ചാക്ക് കണക്കിന് പൈസ ഓരോ ഡിവിഷനിലും വാർഡുകളിലും കൊടുക്കുമ്പോഴും അവിടെ ബോർഡ് എഴുതാനോ മിനിമം പ്രചരണം നടത്താനോ ബുദ്ധിമുട്ടിയ UDF സ്ഥാനാർത്ഥികളാണ് ഇത്രയും ശക്തമായ നിലയിൽ തിരിച്ചു വന്നിട്ടുള്ളത്. അത് സൂചിപ്പിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ സമസ്ത മേഖലകളിലുമുള്ള ഒരു ഭരണ പരാജയവും അതുപോലെ തന്നെ ഇപ്പൊ അവർ കൈയാളിക്കൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ മുതൽ കോർപ്പറേഷൻ വരെ അവര് ഭരിച്ച് മുടിച്ച് നശിപ്പിച്ച് അഴിമതി നടത്തിയതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ അത്യുജ്വല വിജയം എന്ന് പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. എന്തെല്ലാമായിരിക്കും ഇനി മുന്നോട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്? ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കുമല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. എന്തെല്ലാം തീർച്ചയായും കേരള ജനതയെ ഈ നീരാളി ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള തീവ്രമായ ശ്രമം UDFന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ജനങ്ങളെ ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ അർത്ഥത്തിലും കരത്തിന്റെ പിരിവോ ഇലക്ട്രിസിറ്റിയിലോ ഏത് തരത്തിലും ടാക്സ് വാങ്ങി
കടമെടുത്ത് ദൂർത്തടിക്കുന്ന ഒരു സർക്കാരാണ്. അതെല്ലാം ഈ പറഞ്ഞതുപോലെ മാറ്റിമറിച്ചുകൊണ്ട് UDF വന്ന് കേരള ജനതയെ രക്ഷിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന തരത്തിലേക്കുള്ള പദ്ധതികളുമായി UDF മുന്നോട്ട് പോകും. അതിന് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം OICC, ഇൻഗാസ്, വെളിയിലുള്ള സംഘടന ശക്തമായ പ്രവർത്തനങ്ങളും KPCC-യോടൊപ്പവും UDF-നോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ടുള്ള പ്രകടന പത്രിക എയർ കേരള അടക്കം ഉള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് തീർച്ചയായും ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നന്ദി ശ്രീ YA റഹീം ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.